ലണ്ടൻ തെരുവുകളിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് വിക്ടോറിയ നഗരമാണ്. താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഞാൻ കുറെ നാളെ ഇവിടെ വന്നിട്ട് ഒരു വീട്ടിലിരിപ്പാണ്. എന്ത് ചെയ്യണേ, നിങ്ങളത് കാണും ഗൈസ്. എന്ത് ബ്യൂട്ടിഫുൾ ഓരോ ബിൽഡിങ്സ്, ഈ കൊത്ത പണികൾ എടുത്തതുപോലെയാ. ഈ വലിയ തത്വങ്ങളൊന്നും നോക്കൂ. എൽസമേരി ഫ്രെയിമിലേക്ക് കടക്കുകയാണ്. എനിക്ക് വയ്യ തീരെ, എനിക്ക് വയ്യും. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയതുപോലെ ഞാൻ ആൻമരിയെ ഫ്രെയിമിലെത്തിക്കാൻ മാക്സിമം പാടുപെടുന്നുണ്ട്. പക്ഷെ മൈക്ക് വിഴുങ്ങി ഇടം തരുന്നില്ല. പറയൂ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സന്തോഷം. മൈക്ക് വിഴുങ്ങിയുടെ ആവശ്യമുണ്ട്. ഞാൻ വിളിച്ചാൽ ഞാൻ അല്ലെങ്കിൽ പിണങ്ങി ഗൈസ്. നിങ്ങൾ കമന്റ് ചെയ്താൽ മാത്രമേ എല്ലേജിന് മിണ്ടൂന്ന്. ആണോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ആണോ? ആണോ? അതായത് ഞാൻ പറഞ്ഞു വന്നത്, നോക്കൂ, ഇഷ്ടികൾ കൊണ്ടുണ്ടാക്കിയതാണ്. എന്റെ ഫോൺ ഒന്ന് പോയതാണ്. മൈക്ക് വിഴുങ്ങിയോടൊന്ന് പിടിക്കാൻ പറയാം. അത് പൊള്ളയാണ്. നിങ്ങൾക്ക് എന്റെ ഔട്ട്ഫിറ്റ് ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം. ഓവറോൾ ലുക്ക് കാണിച്ചു തരാം ഗൈസ്. എനിക്ക് ഞങ്ങൾ ഫ്രണ്ട് ക്യാമറ ആക്കിയാല് എനിക്ക് വെള്ളം വേണം. ഒരു ബ്ലാക്ക് പാന്റും ഏതോ ഒരു കൊറേ എന്റെ ഇല്ല. എൽസമേരിക്ക് വെള്ളം വേണമെന്ന് പറയുന്നു. സോ അവര് വെള്ളം വാങ്ങിക്കാൻ പോവുകയാണ് ഗൈസ്. അവിടെ നമുക്ക് പച്ചയാണെന്ന് ഗൈസ്. ഇവിടെ പച്ച സിഗ്നൽ തന്നിട്ടും ഇവര് ചാടുന്നില്ല. എനിക്കറിയില്ല എല്ലേജിക്ക് എന്താ പറ്റിയെന്ന്. ഗൈസ്, ചാടേണ്ട കാര്യമില്ല, നമ്മൾ നടക്കുക ചെയ്യേണ്ടത്. അവളവിടെ പകച്ച് നിൽക്കുവാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവളുടെ ഉദ്ദേശം. പകച്ചു പോയി. ഞങ്ങൾ ടയേർഡായി. ഇനി ഇത്തിരി പച്ചവെള്ളം കുടിക്കണം. വെറും വെള്ളം വേണം എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു. ഓക്കെ, എനിക്കും മഞ്ഞവെള്ളം ഞാനും. അവര് മഞ്ഞ വെള്ളം വാങ്ങിക്കാൻ വേണ്ടി പോകണം. സോ ഇവിടെ കടയൊന്നും ഞങ്ങൾ കാണുന്നില്ല. കാരണം ഈ വിക്ടോറിയ നഗരം വളരെ കടയില്ലാത്തൊരു സ്ഥലമാണ്. ഞാൻ വെള്ളം കൊണ്ടുവന്നെങ്കിൽ ഇവിടെ കിണർ കുഴിച്ചിട്ട് വേണം വെള്ളം. ഗൈസ്, ഇത്തരം ചളികളൊക്കെ കേട്ട് ഞങ്ങളെയും മടുത്തിരിക്കാൻ, നിങ്ങളെയും ബോറടിപ്പിക്കാൻ. എന്റെ നീര് വെള്ളമാക്കി വേണം എൽഫിക്ക് കൊടുക്കാൻ. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പോകുന്ന സ്ഥലത്ത് നമ്മൾ ആക്ച്വലി കണ്ടോ ഗൈസ്, ചുമന്ന കത്തുന്നതിന് മുമ്പേ അവളുമാര് പോയി. പക്ഷെ ഞങ്ങൾ പച്ച കത്തുന്നത് നോക്കി നിന്നു. കണ്ടോ, ഇതാണ് വിക്ടോറിയ കോച്ച് സ്റ്റേഷൻ. ഞങ്ങൾ ദാഹിച്ചിട്ട് വെൻഡിങ് മെഷീനിൽ നിന്ന് വെള്ളം എടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു വെള്ളമൊക്കെ ധാരാളമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് ഒരു കോഴി ഫോട്ടോയിൽ പോലും ആൾക്കാരെ പറഞ്ഞില്ല. ഞാൻ വിക്ടോറിയ, നമ്മുടെ നാട്ടിൽ അംബാസിഡർ കാർ പോലത്തെ ഒരു ബസ്സാണ്. എന്ത് കണ്ടോ? അതായത് ഇത് നോക്കും. അങ്ങനെ ഞങ്ങൾക്ക് വെൻഡിങ് മെഷീനിൽ നിന്ന് വെള്ളം കിട്ടി. സോ ഞങ്ങളുടെ ജേർണി ബിഗിൻ ചെയ്യണം. പച്ചവെള്ളം അവസാനം ഞങ്ങൾ പച്ചവെള്ളത്തെ വാങ്ങിച്ചപ്പോ സ്പ്രിംഗിൾഡ് വാട്ടർ ആണ് കിട്ടിയത്. സ്പാർക്കിൾ വാട്ടറാണ് കിട്ടിയത്. ഞങ്ങക്ക് ദാഹിച്ചിട്ട് വയ്യ. വീട്ടിൽ നമുക്ക് സോഡ നാരങ്ങളും ഉണ്ടാക്കിയിരിക്കാം. ഇവിടെ ജോയുമായിട്ടുള്ളൊരു അമ്മച്ചിനായിട്ടുള്ള കണ്ട് ഇവിളിപ്പം നടന്നു പോവാണ്. സോ ഞങ്ങൾ ഇനിയും ഓക്സ്ഫോർഡ് ട്യൂബ് കയറിയിട്ട് ഓക്സ്ഫോർഡിൽ പോയി വീട്ടിൽ ചെന്ന് ഉറങ്ങാൻ പോവാം. ഇനിയും പച്ചവെള്ളമുള്ള ഏതെങ്കിലും സ്ഥലത്ത് കയറണോ? തിരിച്ചു പോകാനുള്ള ഓക്സ്ഫോർഡ് ട്യൂബ് ബസ്സിൽ കയറി. എൽസമേരി അലിന് അല്ലാ, അത് അങ്ങനെ വരണം. ഓക്കെ,
ഞങ്ങളപ്പോൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാനുള്ള ഓക്സ്ഫോർഡ് ബസ്സിൽ കയറി അമിതനെ അവിടെ ഇറക്കി വിട്ടു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഫ്രണ്ട് സീറ്റിൽ കടം പിടിച്ചിട്ടുണ്ട്. പുറകില് പൊക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ഉറങ്ങാൻ പോവുകയാണ്. അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും ഗുഡ് നൈറ്റ്. അപ്പൊ ഞങ്ങള് യാത്ര തുടങ്ങുവാണ്. അപ്പൊ ഞങ്ങള് ലണ്ടൻ വിക്ടോറിയയിൽ നിന്ന് ഞങ്ങള് ട്യൂബ് എടുത്തു. ഇനി ഞങ്ങള് നൈറ്റിലുള്ള ലണ്ടൻ എങ്ങനെയാണ് അതിന്റെ ആ സൗന്ദര്യം ആണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. നോക്കി അതിമനോഹരമായ വെട്ടങ്ങളുള്ള ബിൽഡിംഗ്. ഇവിടെ നമ്മുടെ എൽസ ഇരിപ്പുണ്ട്. എൽസ സേ ഹായ് ടു അവർ ഫാൻസ്. ഹായ്. നോക്കും അതിമനോഹരം. ഇതിൽ കൂടുതൽ എങ്ങനെ വിവരിക്കുന്ന ഒരു സിറ്റി. അതിമനോഹരമായ കെട്ടിടങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ രാത്രിയിലത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അതിമനോഹരമായ ഇവിടുത്തെ ആൾക്കാർ രാത്രി ജീവിതങ്ങൾ അധികം ആഘോഷിക്കുന്നവരല്ല. എപ്പോഴും രാത്രി അവർ കിടന്നുറങ്ങാൻ പോകും, രാവിലെ അവർ നെട്ടോട്ട് ഓടും. അങ്ങനെയാണ് ഇവിടെ നിറച്ച്. എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ഇവിടെ ഇവിടെ ഇരുന്ന് പിച്ചുമ്മയൊക്കെ വിളിച്ചു പറയുന്ന അന്വര് എന്നിട്ടൊക്കെ സ്വന്തമായിട്ടിരുന്ന് സംസാരിച്ചു. ഈ സമയത്ത് നമ്മൾ രാവിലത്തെ തിരക്കും രാവിലത്തെ ഈ സമയത്താണെങ്കിൽ എല്ലാ ലൈറ്റും ഓഫ് അല്ലേ, ഇവർ ഉറങ്ങി. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഈ സമയത്ത് തെരുവ് വീതികളിലൂടെ നോക്കുകയാണെങ്കിൽ ലൈറ്റ്, ബഹളം, നമ്മുടെ ചെറിയ ചെറിയ വൻകിട കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എല്ലാവരും അവരുടെ ആരോഗ്യങ്ങൾ പ്രോപ്പറായി നോക്കുന്നവരാണ്. അപ്പം നേരത്തെ കിടന്നുറങ്ങും. ബട്ട് എപ്പോഴും വണ്ടികളും സൈക്കിളുകളൊക്കെ നമുക്ക് റോഡിൽ കൂടെ കാണാൻ പറ്റും.